ഇപ്പോൾ ഇടത് നിരീക്ഷകൻ റെജി ലൂക്കോസ് ടെലിഫോൺ ലൈൻ ചേരുന്നു. ശ്രീ റെജി ലൂക്കോസ്, ജോഷി ജോസഫ് ഇപ്പോൾ സംവിധായകൻ ജോഷി ജോസഫ് പറഞ്ഞതുപോലെ അനിവാര്യമായ രാജിയാണ്, പകൽ രാജികളാണ് ഇന്ന് സംഭവിച്ചത്. സംവിധായകൻ രഞ്ജിത്തും അതുപോലെ തന്നെ നടൻ സിദ്ദിഖും ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും ചെയർമാൻ സ്ഥാനത്തു നിന്നും രാജിവെച്ചിരിക്കുന്നു. പക്ഷേ ഒരു കേവലം രാജി കൊണ്ട് മാത്രം ഒതുക്കപ്പെടാവുന്ന ഒരു വിഷയമാണോ? ഗുരുതരമായ ലൈംഗിക ആരോപണങ്ങളാണ് ഇവർ രണ്ടുപേർക്കുമെതിരെ നടിമാർ ഉന്നയിച്ചിരിക്കുന്നത്. അല്ല, തീർച്ചയായിട്ടും അവരുടെ രാജി അനിവാര്യമായിരുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അവർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട അവരിലൊരു എളിയവനായ ഞാനും ഉണ്ടായിരുന്നു. കാരണം ഞാനും അതിനുവേണ്ടി പ്രതികരിച്ച ഒരാളാണ്. ഞാൻ മാത്രമല്ല, സമൂഹത്തിലെ വിവിധ തരത്തിലുള്ളവർ രാജിവെച്ചിട്ടുണ്ട്. അവർക്ക് മുൻ മാതൃകകളും ഉണ്ട്. അത് വേറൊന്നുമല്ല. കാരണം വെച്ചാൽ കേരളത്തിൽ തന്നെ എത്രയോ മന്ത്രിമാര് തെറ്റായ ആരോപണങ്ങളുടെ പേരിൽ പോലും ധാർമ്മികത വെച്ച് മാറി നിന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ മന്ത്രി, ഈ സിനിമാ മന്ത്രി സജി ചെറിയാൻ തന്നെ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന ഒരു വാക്ക്, ഒരു നാടൻ വാക്ക്, അദ്ദേഹം നാട്ടിൽ പ്രയോഗിക്കുന്ന ഒരു വാക്ക് പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തിനെ വേട്ടയാടി അദ്ദേഹം രാജിവെച്ചു. ധാർമ്മികതയുടെ പേരിൽ അദ്ദേഹത്തിനെ കോടതി കുറ്റവിമുക്തനാക്കി അദ്ദേഹം ശോഭയോടുകൂടി തിരിച്ചു വന്ന് വീണ്ടും ആ മന്ത്രി പദത്തിലിരിക്കുക. അതൊരു ഉദാഹരണമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കീഴിലുള്ള ചലച്ചിത്ര അക്കാദമിയിലെ ചെയർമാന്റെ പേരിൽ ഒരു നടി അത് വളരെ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ച് അദ്ദേഹം രാജിവെക്കേണ്ടതിനാണ്. ആ ധാർമ്മികതയിൽ അദ്ദേഹം രാജിവെച്ചു. തന്നെയുമല്ല, ഇനിയിപ്പോ തെളിയിക്കേണ്ടത് പിന്നെ പിന്നെ അദ്ദേഹത്തിന്റെ ബാധ്യതയാണ്. അദ്ദേഹം പറഞ്ഞ നിയമപരമായ നടപടി സ്വീകരിക്കുന്നു. മോസ്റ്റ് വെൽക്കം ആണ്. കാരണം വെച്ചാൽ ഒരുപക്ഷെ ആ ആരോപണം തെറ്റാണെങ്കിലോ അദ്ദേഹത്തിന്റെ പേരിൽ പർപ്പസ്ഫുൾ ആയിട്ട് പറഞ്ഞതാണെങ്കിലോ അതല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം വെച്ചാൽ ബഹുമാനപ്പെട്ട ജോഷി ജോസഫിനെ പോലെ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്ററി ഡയറക്ടർ കഴിഞ്ഞ ദിവസം അദ്ദേഹം എന്നോട് ചർച്ചയിലുണ്ടായിരുന്നു. അദ്ദേഹമൊക്കെ ആധികാരികമായിട്ട് അതിനെക്കുറിച്ച് പറയുമ്പോൾ അതിൽ വസ്തുത ഉണ്ടെന്ന് നമ്മൾ വിശ്വസിച്ചു പോവുകയാണ്. ശരിയോ തെറ്റോ എന്നൊക്കെ നിയമമാണ് പറയേണ്ടത്. രണ്ടാമത്തെ കാര്യം വെച്ചാൽ അദ്ദേഹം ഡിഫർമേഷൻ കേസ് കൊടുക്കും അല്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കും എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് അതിനുള്ള അവകാശമുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തെ ഹനിക്കുന്ന രീതിയിൽ ആരോപണമാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടെങ്കിൽ, അത് ശരിയോ തെറ്റൊന്നും ഞാൻ വിലയിരുത്തുന്നില്ല, ആണെങ്കിൽ അദ്ദേഹത്തിന് നിയമ നടപടി സ്വീകരിക്കാം, അദ്ദേഹത്തിന് അഗ്നിശുദ്ധി വരുത്താം, വീണ്ടും അദ്ദേഹത്തിന് പഴയ പോലെ തന്നെ കേരളത്തിലെ ജനങ്ങളുടെ അംഗീകാരത്തോട് മുമ്പോട്ട് പോകാം. അത്ര ഒരുപാട് കഥകളും ചരിത്രങ്ങളും നമ്മുടെ പിന്നാമ്പുറത്തുണ്ട്, നമ്മുടെ ഇന്നലകളിലുണ്ട്. അതുകൊണ്ട് രാജിയെ സംബന്ധിച്ചോളം രാജിവെക്കേണ്ടതാണെന്നുള്ള ഉറച്ച നിലപാടിലാണ്. അതിലൊരു തർക്കമില്ല. സർക്കാർ ആ തീരുമാനം എടുത്തു കഴിഞ്ഞു. വകുപ്പ് മന്ത്രിയും ആ തീരുമാനത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. അത് വളരെ വൈകാതെ തന്നെ അദ്ദേഹം രാജിവെച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ രാജിയെ അംഗീകരിക്കണം. ഇനി അദ്ദേഹത്തിന് ആ കാര്യത്തിൽ വേട്ടയാടുന്നത് ശരിയല്ലെന്നാണ് എനിക്ക് ആദ്യഘട്ടത്തിൽ പറയാനുള്ളത്. റെജി ലൂക്കോസ്, ഇപ്പോൾ സിദ്ദിഖിനെതിരെ ആരോപണം ഉന്നയിച്ച നടി രേവതി സമ്പത്ത് കരഞ്ഞുകൊണ്ട് പല മാധ്യമങ്ങളിലും പറയുന്നത് അത്ര ക്രൂരമായ പീഡനമായിരുന്നു സിദ്ദിഖിൽ നിന്നും ഇവർക്ക് ഏൽക്കേണ്ടി വന്നത്. മുറിയിലിട്ട് പൂട്ടി, അങ്ങനെയുള്ള കുറെ ക്രൂരമായ ആക്രമണങ്ങളെ കുറിച്ച് ഈ രേവതി സമ്പത്ത് വെളിപ്പെടുത്തുന്നുണ്ട് മാധ്യമങ്ങളിലൂടെ. ഈ സിദ്ദിഖ് അടക്കമുള്ള ചില നടന്മാർ, ഇപ്പോൾ മുകേഷിനെതിരെയും ആരോപണവുമായി കാസ്റ്റിംഗ് ഡയറക്ടർ ടെസ് ജോസഫ് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇവരെല്ലാം, ഈ രേവതി സമ്പത്തായാലും ടെസ് ജോസഫ് ആണെങ്കിലും, ഇവർ വർഷങ്ങൾക്ക് മുന്നേ ആരോപണം ഉന്നയിച്ചതാണ്. പക്ഷേ അവർക്കൊന്നും ഒരു പരിഹാരം കണ്ടെത്താൻ സാധിച്ചില്ല. ഈ പരാതിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ, കേസുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇവർ അനുഭവിക്കുന്ന ഒരു ട്രോമയുണ്ട്. അതായത് വർഷങ്ങളായി കേസിന്റെ പിന്നാലെ നടക്കണം, അതിനുവേണ്ടി ചെലവാകുന്ന കാശ്, എക്സ്പെൻസ്, അങ്ങനെ മാത്രമല്ല ഈ മൊഴി തിരുത്താനായിട്ട് ഇവർക്ക് ഏൽക്കേണ്ടി വരുന്ന ബ്ലാക്ക് മെയിലിംഗ് ഇവർക്ക് നേരിടേണ്ടി വരുന്നു. അങ്ങനെ നിരവധി പ്രശ്നങ്ങളിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത്. മന്ത്രി പറയുന്നു പരാതി നൽകണമെന്ന്. പക്ഷേ കേസുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇവർ നേരിടുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. കാശിന്റെ ചെലവുണ്ട്, സമയമുണ്ട്, മാത്രമല്ല ഇതിന്റെ പിന്നാലെ നടക്കണം. ഇവരൊന്നും അത്രത്തോളം പേയ്മെന്റ് കിട്ടുന്ന നടിമാരൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് അത്ര വലിയ സാമ്പത്തികമായി വലിയ മെച്ചപ്പെട്ട ഒരു സ്ഥിതിയിലുമല്ല ഈ നടന്മാരെയൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളിൽ ഒരു ഫാസ്റ്റ് ട്രാക്ക് കോടതി, അങ്ങനെ എന്തെങ്കിലും ഒരു സംവിധാനം വളരെ പെട്ടെന്ന് തന്നെ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കേണ്ടതും ചർച്ച ചെയ്യേണ്ടുള്ള സമയം കഴിഞ്ഞില്ലേ ശ്രീ റെജി ലൂക്കോസ്? അല്ല, വളരെ നല്ല ചോദ്യമാണ്. ഇവിടെ സിദ്ദിഖിനെ കുറിച്ചും കൂടെ ഒന്ന് പരാമർശിക്കുക. സിദ്ദിഖിനെ കുറിച്ചുള്ള രേവതി സ്ഥാപനം എന്ന് പറയുന്ന സമ്പത്താണെന്ന് ആ നടിയുടെ വെളിപ്പെടുത്തലും അത് അവർ തന്നെ ഒരു ചാനൽ ചർച്ചയാണ്. എനിക്ക് നേരിട്ട് കാണാൻ പറ്റില്ല, ഞാൻ യൂട്യൂബിലാണ്, ഞാൻ വേറെ ചാനലിലായിരുന്നു. അത് സത്യത്തിൽ ഭയന്നു പോയി. ഭയാനകമായ രീതിയിലുള്ള വെളിപ്പെടുത്തില്ല. നമ്മുടെ കേരളീയ പൊതുസമൂഹത്തിലൊരു ആർട്ടിസ്റ്റ് ഈ രീതിയിലുള്ള പ്രവർത്തികൾ ചെയ്തൊരു പെൺകുട്ടി, അത് അദ്ദേഹത്തിന് അവർക്ക് തിരിച്ചറിവ് എത്താത്ത പ്രായത്തിൽ നിന്ന് അവർ പറഞ്ഞാൽ 20-21 വയസ്സിൽ മച്ചോടാകത്ത് ഇതിനെക്കുറിച്ച് അറിയാത്തൊരു സമയത്ത് അവരെ നിരന്തരമായി മെസ്സേജ് കൊടുത്ത് ഒരു റൂമിലേക്ക് കൊണ്ടുവന്ന് ക്രൂരമായിട്ട് പീഡിപ്പിച്ചതിന് ശേഷം അവര് പിന്നെ പരാതി പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ അവര് ഞാനിത് പൊതുസമൂഹത്തിനോട് പറഞ്ഞു നീ പറയാന്നൊക്കെയാണ് ഇയാൾ പറഞ്ഞതായിട്ടാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ കേരളത്തിൽ ഇത്തരക്കാരൊക്കെ ജീവിച്ചിരിക്കുന്നത് തന്നെ നാണക്കേടാണ് എന്റെ അഭിപ്രായം. ഞാനത് വ്യക്തിപരമായിട്ട് ആരെയും ആക്ഷേപിച്ച് പറയുന്നില്ല. നമുക്കുണ്ട്, എനിക്കും ഭാര്യയും 10-22 വയസ്സുള്ള പെൺകുട്ടിയും നമ്മുടെ ചുറ്റുവട്ടത്ത് സഹോദരി കൊച്ചു കുട്ടികളൊക്കെ ഉള്ള. അപ്പൊ നമ്മുടെ കേരള സമൂഹത്തിന് അപമാനമായി പോയി ആരോപണം. അത് തന്നെയല്ല, അയാളുടെ പേരിൽ തെളിവുകൾ അവരുടെ കയ്യിലുണ്ടെന്ന് അവരെന്ത് പുറത്തു പറഞ്ഞിരിക്കുന്നു. പക്ഷെ അവർ പറഞ്ഞ പരാതി കൊടുക്കില്ലെന്നതാണ്. പരാതി കൊടുക്കുന്നതിന്റെ ഒരു പക്ഷെ അവരെ പിൻവലിക്കുന്നത് നേരത്തെ മാഡം
എന്നോട് ചോദിച്ച ചോദ്യങ്ങൾ കൂടെ ആയിരിക്കണം. കാരണം അവർക്ക് പിന്നെ ഇനി അവരുടെ കയ്യിൽ നിന്ന് പൈസ മുടക്കണം, പരാതിക്കായി പോകണം. തന്നെ വല്ല പരാതിയുമായിട്ട് പോലീസ് സ്റ്റേഷൻ ചെന്നപ്പോൾ അവർ ഇവരെ ആശ്രയിച്ച് ഇറക്കി വിട്ടുന്ന ഇന്നലെ അവർ പിന്നെ ഒരു മാധ്യമത്തിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ ഒരു മാറ്റം വന്നേ പറ്റൂ. തന്നെ വല്ല സ്ത്രീകളുടെ കാര്യത്തിൽ പോലീസ് ശക്തമായ രീതിയിലുള്ള നടപടി സ്വീകരിക്കാനായിട്ട് മുന്നോട്ട് വരുന്നതായിട്ടാണ് വാർത്തകളിലൂടെ അല്ലാതെ എനിക്ക് കിട്ടുന്ന വിവരം. സിദ്ദിഖിനെതിരെയും രഞ്ജിത്തിനെതിരെയും കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ട്. രഞ്ജിത്തിന്റെ കാര്യത്തിൽ കുറച്ചൊരു വ്യത്യാസമുണ്ട്. ആ നടി തന്നെ സുമിത്ര മിത്ര തന്നെ പറഞ്ഞിരിക്കുന്നു അദ്ദേഹം പീഡിപ്പിച്ചിട്ടില്ല, പീഡിപ്പിക്കാനുള്ള ശ്രമം നടത്തി ഇവിടെ രക്ഷപ്പെട്ടതാണ് അവരുടെ വാർത്ത അവർ പറഞ്ഞതായിട്ട് വാർത്തകളിൽ കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ശ്രമം നടത്തിയാലും തെറ്റാണ്. അത് വളരെ തെറ്റായ രീതിയിൽ നോക്കിയാൽ പോലും അത് സ്ത്രീപീഡനത്തിന്റെ പട്ടികയിൽ വരുന്ന ഒരു നിയമവ്യവസ്ഥയുള്ള രാജ്യത്ത് ഇതെല്ലാം ഗുരുതരമായ തെറ്റുകളാണ്. അപ്പൊ അവർ തന്നെ സ്വയം തീരുമാനമെടുക്കട്ടെ. എന്തായാലും നിയമ നടപടികൾ ഗ്യാരണ്ടിയാണ്. സർക്കാർ ഒട്ടും പുറകോട്ട് പോകത്തില്ല. അതിന് ഒരു നിമിഷം പോലും അതിനെക്കുറിച്ച് ശങ്കിക്കേണ്ട ആവശ്യമില്ല. തന്നെ അതിന്റെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. കേരളത്തിലൊരു വമ്പൻ മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ആർട്ടിസ്റ്റിനെ ഒരു നടിയുടെ ഒരു ഇരയുടെ പരാതിയുടെ പേരിൽ ഒരു നിയമ നടപടിയും അല്ലെങ്കിൽ ഒരു കോടതി അറസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ട് ഒരു പോലീസ് പോലും അദ്ദേഹത്തിനെതിരെ കേസെടുക്കുന്നതിന് മുമ്പ് തന്നെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ട ഒരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ട്, ജയിലിലിട്ടത് ചരിത്രം ഈ LDF സർക്കാരിനുണ്ട്. അതുപോലെ തന്നെയാണ് സ്ത്രീകളുടെ പീഡനങ്ങളെയും അവരുടെ അനുഭവിക്കുന്ന വിവേചനത്തിന്റെയും എല്ലാത്തിന്റെയും പരാതിയുമായിട്ട് WCC എന്ന് പറയുന്ന സംഘടന രൂപീകരിക്കുകയും അവർ ധീരരായിട്ടുള്ള പിന്നെ ആർട്ടിസ്റ്റുകളെ മുഖ്യമന്ത്രിയെ കണ്ട് പരാതി നൽകിയപ്പോൾ അതിന് പരിഹരിക്കാൻ വേണ്ടി മാത്രമായിട്ട് മോസ്റ്റ് റെപ്യൂട്ടഡ് ആയിട്ടുള്ള 3 സ്ത്രീരത്നങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കമ്മിറ്റി ഫോം ചെയ്യുക, ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് നൽകുകയും ചെയ്തു. ഇന്നിപ്പോ ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടാണല്ലോ ഇപ്പൊ ഈ വസ്തുതകളെല്ലാം പുറത്തു വന്നത്. ഇപ്പൊ ഈ സിദ്ദിഖ് എന്ന് പറയുന്ന നടനെയും ഇടവേള ബാബു എന്ന് പറയുന്ന നടനെ കുറിച്ച് ആരോപണം അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോ ഈ ചാനലിൽ ആ പേര് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഒരു നടി ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് നിരവധി തവണ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട്. അപ്പൊ ഇതൊക്കെ ഇവരെയൊക്കെ നമ്മൾ കേരളത്തിലെ പൊതുസമൂഹം അല്ലെങ്കിൽ പിന്നെ സിനിമയെ ഇഷ്ടപ്പെടുന്നവരൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുകയും ആരാധക വൃന്ദങ്ങളൊക്കെ ഉണ്ടെന്നാണ് ഇവർക്കൊക്കെ. ഇനിയിപ്പോ അത്തരം കൂട്ടരൊക്കെ പിരിഞ്ഞു പോകുമായിരിക്കും എനിക്ക് തോന്നുന്നു. ഇവരെയൊക്കെ എന്തിനാ ആരാധിക്കുന്ന ഇത്തരം സ്ത്രീ പീഡകരെ പെണ്ണുപിടുത്തക്കാരനെയൊക്കെ ആരാധിക്കാന്ന് പറഞ്ഞാൽ ആർക്ക് അംഗീകരിക്കാൻ പറ്റും? ഞാനൊക്കെ ഒരു സിനിമാ പശ്ചാത്തലമുള്ള ഞാൻ 5-7-8 വർഷക്കാലം ജൂബിലി പിക്ചേഴ്സ് എന്ന് പറയുന്ന കേരളത്തിലെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥാപനത്തിൽ പ്രൊഡക്ഷനിലും വിതരണത്തിലും ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ അതിന്റെ പങ്കാളിയല്ല, ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അന്നത്തെ കാലത്തെ സിനിമയിൽ നിന്ന് ഒത്തിരി വ്യത്യാസമുണ്ട്. പക്ഷെ നമ്മൾ വേറൊരു കാര്യം കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട വസ്തുത പറയാം. ഇന്നിപ്പോ സിനിമ എന്ന് പറയുന്ന ഒരു ചെറിയ വിഭാഗം വേട്ടക്കാരോ ഉണ്ടെങ്കിലും കേരളത്തിലെ സിനിമാ വേദിയിലെ 99% സിനിമാ പ്രവർത്തകർ പ്രത്യേകിച്ച് നമ്മുടെ യുവതിയുവാക്കളെല്ലാം ഇത്തരം വേട്ടക്കാരാൽ വേട്ടയാടപ്പെടുന്നവരാണെന്ന് ഞാൻ വിശ്വസിക്കത്തില്ല. വലിയൊരു ഇൻഡസ്ട്രിയാണ്, 2000 കോടി രൂപയുടെ ടേൺ ഓവറുള്ള ഇൻഡസ്ട്രി. അത് തന്നെയാണ്. അതായത് വേട്ടക്കാരല്ലാത്തവരും സിനിമ ഇൻഡസ്ട്രിയിലുണ്ട്. പക്ഷേ ഈ വേട്ടക്കാരെന്ന് പറയുന്ന ആളുകൾ അവർ ഈ നടിമാരുടെ ഈ പാവം നടിമാരുടെ ഈ അവരുടെ ദാരിദ്ര്യത്തെയല്ലേ ശരിക്കും ചൂഷണം ചെയ്യുന്നത്? ശ്രീ റെജി ലൂക്കോസ്, ദാരിദ്ര്യത്തെ ഒരു പരിധിവരെ ചൂഷണം ചെയ്യുന്നുണ്ട്. ദാരിദ്ര്യം മാത്രമല്ല, അവരുടെ മുമ്പിൽ അവർക്ക് താല്പര്യം തോന്നി ഒരു വേട്ടക്കാരനെ സംബന്ധിച്ചോളം വേട്ടയാടാനായിട്ട് കാട്ടിൽ കയറുന്ന ഒരു വേട്ടക്കാരനുണ്ട്, ഹണ്ടറെ സംബന്ധിച്ചോളം അവന്റെ മുമ്പിൽ ഭക്ഷണയോഗ്യമായിട്ടുള്ള എന്തുവാൻ വെടിവെച്ചു എന്ന് പറഞ്ഞാലാണ് ഇവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരക്കാർ ഇതിനകത്തൊക്കെ അസന്മാർഗീയമായ സംഗമങ്ങളുണ്ടെന്ന് നമുക്കറിയാം. എല്ലാ മേഖലകളിലും ഉണ്ട്, എല്ലാ മേഖലകളിലും ഉണ്ട്. പക്ഷേ ഇത് അതിര് കടന്നവരായത് ഇപ്പൊ ഇവർക്കൊക്കെ ഒരു വലയം, ഒരു രക്ഷാകവചം ഫാൻസ് അസോസിയേഷനൊക്കെ രൂപീകരിച്ച് ഇവർ സ്വയം പ്രൊമോട്ട് ചെയ്ത് അനിവാര്യമായ ഒരു ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. ഇടവേളയിലേക്ക്